എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കാലം കൂടി വന്നിരിക്കുകയാണ്. ചുറ്റുപാട് മുഴങ്ങി കേൾക്കുന്നതെല്ലാം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മുറവിളികളാണ്. അപ്പോൾ പറയണം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും അറ്റ്ലീസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയണമെന്ന് ആദ്യമേ ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ അങ്ങനെ വീഡിയോസിൽ പൊതുവേ പറയാറില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കുറിച്ച് വെക്കണം. ജനാധിപത്യ ഭരണ രീതിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി എന്നിവയിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ആയിട്ട് ജനങ്ങളെ അറിയുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടവരെ തെരഞ്ഞെടുക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത്ര ബേസ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് കൂടി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുറവിളി കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിശയം തോന്നും. അപ്പൊ ശരിക്കും നമുക്കിടയിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാരെ നമ്മൾ രാഷ്ട്രീയം നോക്കി മാത്രം തെരഞ്ഞെടുത്താൽ മതിയോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വ്യക്തമായിട്ട് ആധിപത്യം പുലർത്തുന്ന ഒരു സ്ഥലത്ത് ആ ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രം ജയിച്ചു പോകുന്ന വ്യക്തികളായതുകൊണ്ടല്ലേ പിന്നീട് ഇവരെ 5 വർഷത്തിന് കാണാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വികസനങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ശരിക്കും പറയേണ്ടി വരുന്നത്? ജനാധിപത്യ ഭരണരീതി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ എല്ലാവരും മനസ്സിൽ വെക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങളുടെ ചോയ്സ് ആണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ചോയ്സോട് കൂടി തന്നെ അവരെ തെരഞ്ഞെടുക്കാതിരിക്കാനും നമുക്ക് അതിനുള്ളൊരു അധികാരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മതം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്, ഇനി മതമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. എല്ലാം പലതരത്തിലുള്ള എല്ലാതും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മതവും രാഷ്ട്രീയവും തമ്മിൽ ഈ കൂട്ടിക്കെട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മതം ഓരോരുത്തരുടെയും പേഴ്സണൽ വിശ്വാസമാണ്. അതെങ്ങനെ അതിൽ വിശ്വസിക്കണം, ഏത് രീതിയിൽ അത് എടുക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ വേറൊരാൾക്ക് അധികാരം കൈകടത്താനുള്ള കാര്യമില്ല. പിന്നെ അതെങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മതം ഉപയോഗിച്ചിട്ടാവില്ലേ അവർ ജനങ്ങളെ ഭരിക്കാൻ വരുന്നത്? ഇനി മതം എന്നൊരു കൺസെപ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ കണക്കിലെടുത്താൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ 2-3 പാർട്ടികൾ മാത്രമാണ് മാറി മാറി വരുന്നത്. അതിൽ തന്നെ 2 പാർട്ടികളാണ് മാറി മാറി വരുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു വികസന മാറ്റം ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്നല്ലെങ്കിൽ മറ്റേതാണല്ലോ വരുന്നത്. അപ്പൊ ഇത്രയും മതി എന്നുള്ള ഒരു തോന്നലില് അടിയുറച്ച് വിശ്വസിച്ച് അധികാരത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ലേ ഇവിടുത്തെ ശരിക്കുള്ള രാഷ്ട്രീയം വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങള് ഇത് തിരിച്ചറിഞ്ഞിട്ടും മറന്നു പോകുന്നത് എന്നുള്ളത് അത്ഭുതാവഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഈ 5 വർഷം കൂടുമ്പോൾ പ്രകടന പത്രിക തരും, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയും. പ്രകടന പത്രിക തന്നെ ഏകദേശം നടപ്പിലാക്കാൻ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വെറുതെ എഴുതി കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒക്കെ നടപ്പിലാവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകാം. മെയിൻ ആയിട്ടും ഇപ്പോൾ 5 വർഷം തികച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഇഷ്ടം പോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇന്ന റോഡുകൾ വികസിപ്പിച്ചു, ഇന്ന ടാറിങ് പൂർത്തിയാക്കി എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ റോഡുകളുടെ വികസനം മാത്രമാണ് ഒരു പഞ്ചായത്തിലെ വികസനം എന്ന്, അത് മാത്രമേ അവർക്ക് എടുത്തു പറയാനായിട്ടുള്ള ഒരു വികസന ചിത്രമുള്ളൂ. അതിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇഷ്ടംപോലെ റോഡുകൾ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് റോഡ് ടാറിങ്ങിനിട്ടാലും കാര്യം സേഫ് ആണ്. അപ്പൊ അത് മാത്രമാണ് ഒരു വികസന മുഖമായിട്ട് ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് ഇവിടെ സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യക്തികളാണ് ഉയർന്നു വരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരാകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ മാറ്റേണ്ട കാര്യങ്ങളുമില്ല, അവർക്ക് അത് പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യങ്ങളുമില്ല. അവർക്ക് സ്വതന്ത്രമായി നിന്നിട്ട് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടതെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ അനുഭവ സമ്പത്ത് ഓക്കെ ശരിയാണ്, എന്ത് കാര്യത്തിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് ശരിയാണ്. പക്ഷെ അവർക്ക് മേലെ നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതുതലമുറയെ ഇതിലേക്ക് നയിക്കുമ്പോൾ ഒരുപാട് പുത്തൻ ആശയങ്ങളും വികസനോന്മുഖമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഭരണത്തിന്റെ അധികാരത്തിന്റെ ഒരു മത്ത് പിടിക്കുമ്പോഴാണ് ആൾക്കാർ ഇത് എന്തോ ഒരു വലിയൊരു സംഭവം കിട്ടിയ രീതിയിലേക്ക് അതിലെത്തുന്നതും. എത്രയോ വർഷങ്ങളായിട്ട് സ്ഥിരം ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നതൊക്കെ അതുകൊണ്ടാണ്. അവർക്ക് അധികാരത്തിന്റെ മത്ത് പിന്നെ തലയിൽ നിന്ന് വിടാൻ സാധിക്കില്ല, വേറൊരാൾക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഭരിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മുടെ നാടിന് എന്ത് മെച്ചാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചായത്തുകളിൽ നടക്കുന്ന അഴിമതികളെ പറ്റിയൊന്നും
ഒരുപാട് പഠിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നതെങ്കിലും നമ്മൾ മുന്നിൽ കാണുന്ന കുറേ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പഞ്ചായത്തിലെ സ്റ്റാഫുകളുടെ പ്രവർത്തനം. ഓരോ പാർട്ടി മാറുന്നതിനനുസരിച്ചും ആ പാർട്ടിയുടെ ഇഷ്ടത്തിന് താളത്തിനനുസരിച്ച് തുള്ളുന്ന തരത്തിലുള്ള സ്റ്റാഫുകളാണ്. അത് PSC നിയമനം വഴി നിയമനം ലഭിച്ച് ഇവിടെ വരുന്ന സ്റ്റാഫുകൾ പിന്നീട് പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് അനുസരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഇത്തരം പൊതുസ്ഥാപനങ്ങൾക്ക് എന്ത് വിലയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് മിഷന്റെ കീഴിലുള്ള വീടുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതി. എനിക്ക് നല്ലൊരു പദ്ധതിയായിട്ടുള്ള തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ എത്ര പേർക്ക് അത് അർഹതയില്ലാതെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കെടുത്താൽ ശരിക്കും മനസ്സിലാവും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ളവർക്കും അതിൻ്റെതായ ആനുകൂല്യം അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ വീട് വെച്ചതിന് ശേഷം അവർക്ക് ആ തുക മുഴുവൻ അനുവദിച്ച് കിട്ടിയതിനു ശേഷം അവർ ആ വീട് വലിയൊരു വീടാക്കി മാറ്റിയെടുക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കൺമുന്നിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നതും ഇഷ്ടം പോലെ തവണ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ബേസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാലയങ്ങളിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള അധികാരമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ അധികാരം നമ്മളെ എത്രത്തോളം കാർന്നു തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ തമാശയാണ് ഈ സംവരണം എന്ന് പറയുന്നത്. സ്ത്രീ സംവരണം ഉള്ളതുണ്ട്, അല്ല SC/ST സംവരണം വരുന്നതുണ്ട്. അങ്ങനത്തെ പല തരത്തിലുള്ള സംവരണങ്ങളും വന്നിട്ട് പേരിന് മാത്രം ഒരാളെ വെച്ചുകൊണ്ട് വേറൊരാള് ഭരിക്കുന്ന കാഴ്ച. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഓരോരുത്തരുടെ സ്ത്രീകളുടെയൊക്കെ ബോർഡ് ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ പലപ്പോഴും ചിരി വന്നിട്ടുണ്ട്. ഈ സ്ത്രീകളെയൊന്നും നമുക്കൊന്ന് നേരിട്ട് പിന്നീട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാൻ കിട്ടാത്ത അവസ്ഥ. കാരണം മിക്കവാറും ഇവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ വേറെ ഉയർന്ന നേതാക്കന്മാരോ ആയിരിക്കും അത് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ സ്ത്രീ സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾക്ക് അതിനുള്ള കഴിവും അധികാരവും ഉപയോഗിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ഭയങ്കര എക്സ്ട്രീം കഴിവും പവറും ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് സംവരണം നൽകുന്നതും അവരെ തുല്യരായിട്ട് പ്രഖ്യാപിക്കുന്നതും. ആ തുല്യത പോലും ഇത്രത്തോളം തമാശയായി മാറുന്ന നമ്മുടെ കാലഘട്ടത്തിൽ എന്താണ് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. ഈ വർഷത്തെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കണക്കിലെടുക്കുമ്പോൾ വളരെ കുറച്ച് യുവത്വം നിറഞ്ഞ മുഖങ്ങളും കൂടി അതിൽ തിളങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. ഇത്തരം ഫേസുകൾ കൂടുതൽ മുന്നോട്ട് വരണമെന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇനിയിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി, അവർക്ക് പുതിയതായിട്ട് തുടങ്ങുന്നതിന്റെ ഒരു തുടക്കക്കാരന്റെ ഒരു ആവേശം ഉണ്ടായിരിക്കും. ആ ആവേശത്തിൽ ഈ ജനങ്ങൾക്ക് കുറെ വികസനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ ചുറ്റും കേട്ട് പഴകിയിട്ടുള്ള നമ്മുടെ പാർട്ടിയെ കുറിച്ചാണെങ്കിൽ പോലും കേട്ട് പഴകിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇല്ലാതെയാണ് ഞാൻ ഭരിക്കാൻ പോണേന്നൊക്കെ ഒരു തോന്നൽ വരുത്താനെങ്കിലും അവർ കുറച്ച് സമയത്തിനെങ്കിലും ശ്രമിക്കും. ആ ശ്രമത്തിലെങ്കിലും നമ്മുടെ നാടിന് കുറച്ച് വികസനങ്ങൾ വരട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന അണികളുടെ മനസ്സ് മാറ്റാനോ ഒന്നും ഇത്തരം വാക്കുകൾക്ക് കഴിയില്ല എന്ന് അറിയാം. പക്ഷെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ വേറെ എന്ത് കാര്യങ്ങളും അഡിക്ഷൻ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മതവും രാഷ്ട്രീയവും എല്ലാം. അത് നിങ്ങളുടെ ചോരയിലേക്ക് അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് പറ്റിയ ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പാർട്ടിയെ വിടാൻ പറ്റില്ല. അതെന്റെ നെഞ്ചിലെ തീയാണ്, അതുകൊണ്ട് ഞാൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം. ചക്കയൊന്നും അല്ലല്ലോ ചുഴ്ന്നു നോക്കാൻ എന്ന് പറയുന്നത് പോലെ ആരുടെയും മനസ്സറിയാനൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും വികസനം കൊണ്ടുവരും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വോട്ടൊന്ന് മാറ്റിക്കുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് ഇവിടെ തുടക്കമാവും എന്ന് പറയുന്നു. നമ്മുടെ ഓരോ വോട്ടും ഏറ്റവും ചിന്തിച്ച് അനുയോജ്യമായിട്ടുള്ള വ്യക്തിക്ക് മാത്രം നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക്